ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഹൈദരാബാദ് പോവാണ്. ആക്ച്വലി നമുക്കൊരു ലോങ് വെക്കേഷൻ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും ഒന്ന് പോവാന്ന്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഹൈദരാബാദ് പോവാം. അപ്പോൾ പതിവ് പോലെ തന്നെ എൻ്റെ കൂടെ തവണയും ചച്ചുണ്ട്, അരവിന്ദുണ്ട്. ചച്ചു ചച്ചു അപ്പോൾ രാവിലെയാണ് ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ എന്താ പറയുക, ചെക്കിൻ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് നോക്കട്ടെ എടുക്കാൻ പറ്റുമെന്ന്. കാരണം ഇത് ചച്ചുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചച്ചുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ എയർ പ്രഷർ നന്നായിട്ടുണ്ടാകും. പിന്നെ പിള്ളേർക്കാകുമ്പം അത് പറയാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് അത് തടയാനുള്ള എല്ലാ മെഷർമെൻറ്റ്സും ഞങ്ങൾ എടുത്തിരുന്നു കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മൾ പാസിഫയർ എടുത്തിരുന്നു, ഫീഡിങ് ബോട്ടിൽ കൊടുത്തിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ഫീഡും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ടേക്ക് ഓഫ് ടൈമിൽ ആൾ കുറച്ച് കരഞ്ഞു കേട്ടോ. പിന്നെ ആൾ കാം ഡൗൺ ആയി ഇതുപോലെ പാലൊക്കെ കുടിച്ചിരിക്കായിരുന്നു. ഇപ്പം നമ്മളിതാ എയർപോർട്ടിലെത്തി, ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടുന്ന് ഞങ്ങളൊരു ലോക്കൽ ടാക്സിയാണ് കേട്ടോ എടുത്തത്. ടു ബി ഹോണസ്റ്റ്, നിങ്ങൾ ഹൈദരാബാദിലേക്ക് എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ ലോക്കൽ ടാക്സി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കഴിയണതും ഊബർ എടുക്കാൻ നോക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ലോക്കൽ ടാക്സി എടുത്തപ്പം 2 തവണ ഞങ്ങൾ എടുത്തിരുന്നു. ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ബാഡ് എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് അവരുടെ സർവീസ് വളരെ ബാഡായിരുന്നു. ഊബർ ആണെങ്കിൽ എല്ലാം കറക്റ്റായിരിക്കും. നമ്മൾക്ക് പറയണ എമൗണ്ട് തന്നെ കൊടുത്താൽ മതി. നമ്മൾ പറയണ സ്ഥലത്ത് തന്നെ അവർ കൊണ്ടുവിടുകയും ചെയ്യും. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് സെക്കൻഡറാബാദിലാണ്. സെക്കൻഡറാബാദ് ടു ഹൈദരാബാദ് ഒരു 4.5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഹോട്ടൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സർവീസായിരുന്നു, നല്ല നീറ്റായിരുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്ന ഐക്കിയയിലേക്കാണ്. ആക്ച്വലി ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും പോകുന്ന കോമൺ സ്ഥലങ്ങളിൽ പോകാൻ നമുക്ക് എന്തായാലും പറ്റില്ല. കാരണം ചച്ചുവിൻ്റെ ഒരു കൺവീനിയൻസ് കൂടി നോക്കണമല്ലോ. കാരണം രാമോജി റാവു ഞങ്ങൾ പോകുന്നില്ല. അതുപോലെ കുറെ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതൊന്നും ഞങ്ങൾ മിക്കവാറും വിസിറ്റ് ചെയ്യണ്ടാവില്ല. അതല്ലാതെ നമ്മൾക്ക് വേറെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഹൈദരാബാദിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഐറ്റിനറീസ് ഒന്നും ആക്ച്വലി നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഓരോ ദിവസത്തെ ഐറ്റിനറീസ് രാവിലെയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഐറ്റിനറി എന്താന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ പരിപാടി ഐക്കിയാണ്. അപ്പൊ ഐക്കിയെ പോയിട്ട് എങ്ങനെയാണ് അവിടുത്തെ പ്രൊഡക്ട്സ്, അവിടുത്തെ ഒരു ഫർണിഷിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതും കൂടാതെ തന്നെ അവിടുത്തെ ഫുഡും കൂടി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ചച്ചും കൂടി സമ്മതിക്കുകയാണെങ്കിലാണ്. എനിവേസ് നമുക്ക് ഐക്കിയയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ബാക്കി കാണാം. ചച്ചുദാ നല്ല ഉറക്കാണ് കേട്ടോ. ഐക്കിയ വരുന്നത് ഹൈടെക് സിറ്റിയിലാണ് കേട്ടോ. ആക്ച്വലി ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് ഐക്കിയയിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. സത്യം പറയാലോ, ആക്ച്വലി ആ ഒരു ഏരിയ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നമ്മുടെ ദുബായ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഹൈദരാബാദ് സിറ്റി ഓർ ഹൈദരാബാദ് ഹൈടെക് സിറ്റിയാണെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ആക്ച്വലി ഞാൻ അത് എവിടെയോ വായിച്ചതാണ്. സത്യം പറയാലോ, അത് കാണുമ്പം അതങ്ങനെ തോന്നും. അവിടുത്തെ റോഡും ബിൽഡിങ്സും എല്ലാം ഭയങ്കര രസമായിരുന്നു കാണാൻ. പിന്നെ ആ ഊബർ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ അല്ലു അർജുൻ തൊട്ടിട്ട് രാംചരൺ വരെയുള്ള എല്ലാ ഫിലിം സ്റ്റാർസും ഈ ജൂബിലി ഹിൽസ് ടു ഹൈടെക് സിറ്റി വരെയാണ് താമസിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഐക്കിയൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഞാനും അരവിന്ദും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ഐക്കിയ പോകുന്നത്.
ബേസിക്കലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ക്രൗഡഡ് പ്ലേസ് വലിയ താല്പര്യമുള്ളൊരു കേസല്ല. പക്ഷെ എന്നാലും ഇത്തവണ ഹൈദരാബാദ് വരെ വന്നതല്ലേ, എന്നാലൊന്ന് ഐക്യയും കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ വിട്ടിട്ട് കുറച്ച് മോൾക്കും കൂടിയും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വരാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ കൺവീനിയൻസ് ഞങ്ങൾ മെയിനായിട്ട് നോക്കിയത് AC ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചത്. ഈ പുതുതായി വീട് വെക്കുന്നവർ അല്ലെങ്കിൽ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഐക്യ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ബിക്കോസ് അത് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തരും. ഇപ്പം ലിവിങ് റൂം ആയാലും ഡൈനിങ് ഏരിയ ആണെങ്കിലും കിച്ചൺ ഓർ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അല്ല ഏതൊക്കെ മുക്കും മൂലയുണ്ടോ അതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇന്ന സാധനങ്ങൾ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഫുഡ് കഴിക്കാൻ പോവാണ്. ഐക്യ കയറിയിട്ട് എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് കാണിച്ചത്. അപ്പോൾ ബിഫോർ എന്താ പറയുക, നമ്മൾ ഫുഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു ട്രോളി എടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫുഡ് എടുക്കുകയാണ് വേണ്ടത്. സോ ഞാൻ സത്യം പറയാലോ, എനിക്ക് ആ ട്രോളി എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അരവിന്ദ് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം തന്നെ വന്നു. ഞങ്ങൾ ആക്ച്വലി ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിരുന്നു. അപ്പം വി ആർ നോട്ട് ദാറ്റ് ഹംഗ്രി. പക്ഷെ എന്നാലും എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സോ നമ്മൾ ട്രോളി എല്ലാം എടുത്ത് വെച്ചിട്ട് ഓരോ സെക്ഷനിലേക്ക് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. കോഫി, ടീ അല്ലെങ്കിൽ വാട്ടർ, ഇതിന് നമുക്ക് ഒരു കപ്പും പിന്നെ ഒരു ഗ്ലാസും കിട്ടും. നമ്മൾ കപ്പിന് ഐ തിങ്ക് ഒരു 90 rupees ആയിരുന്നു, ഗ്ലാസ്സിന് ഒരു 60 rupees എന്തോ ആയിരുന്നു. നമ്മൾ ആക്ച്വലി അതിന് പേ ചെയ്താൽ മതി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനും അരവിന്ദും പോയപ്പം ഗ്ലാസും കപ്പും എടുത്തിരുന്നു. കാരണം നമുക്ക് കോഫിയും കുടിക്കാം വെള്ളവും എടുക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 90 rupees ആൻഡ് 60 rupees നമ്മളത് പേ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോഫി ഓർ ടീ അല്ലെങ്കിൽ ബെവറേജസ് എന്ന് വെച്ചാൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്, അത് അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും റീഫിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇതെടുത്തതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സ്വീറ്റ്സ് നമ്മൾ അധികം എടുത്തിരുന്നു. നമ്മൾ ബ്രൗണി എടുത്തു, അതുപോലെ തന്നെ ഒരു ചീസ് കേക്ക് എടുത്തു. ചീസ് കേക്ക് ആക്ച്വലി അതിൽ മസ്റ്റ് ട്രൈ എന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതും എടുത്തു. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചതുകൊണ്ട് കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഹെവി ഫുഡാണ്, അതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. തിരിച്ച് ഇവിടുത്തെ ലൈറ്റ്സ് എല്ലാം കണ്ട് എൻജോയ് ചെയ്യാണ്. നമ്മൾ റാസ്ബെറി ബെവറേജ് എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഹൈക്ക് ചെയ്യുന്നത് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ കുറേയൊക്കെ ഷോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തിട്ടുള്ളൂ. ചച്ചുൻ്റെ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ. ആസ് ഇൻ യെസ്, മൊത്തത്തിൽ ഹൈദരാബാദ് ഐക്യ വാസ് ഗുഡ്, കുഴപ്പമില്ലായിരുന്നു, നൈസ്, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ടൈം ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഐക്യ വീടാണ്, നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത് മാത്രമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ബാക്കി ഹൈദരാബാദ് സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്തത് കാണിച്ചു തരാം. ആൻഡ് ഐക്യ മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ടാറ്റാ ബൈ.